സമയം 11 മണി. ബോറടിക്കുന്നു. നമുക്ക് ബോറടിക്കാതെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ടെൽ മീ യുവർ ഡാർക്കസ്റ്റ് ഡീപ്പസ്റ്റ് സീക്രട്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇതാ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. പോയി ഫോളോ ചെയ്യും, പെട്ടെന്ന് പോകും. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ജിമ്മിൽ വെച്ച് ഡെഡ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കാല് വഴി തൂറി. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുക. കാല് വഴി തൂർന്നൊന്നും ഒരു പ്രശ്നമല്ല, നടുവിനൊന്നും പറ്റാതെ നോക്കിയാൽ മതി. ഉണ്ണിക്കുട്ടൻ കറുത്തതാ. ഉണ്ണിക്കുട്ടൻ കറുത്തതാ. ഓക്കെ, അതൊന്നും ആക്ച്വലി ഒരു കുഴപ്പമില്ല. വർണ്ണ വിവേചനം നമുക്കില്ല. ഉണ്ണിക്കുട്ടൻ കറുത്തതാണേലും വെളുത്താണേലും ഉണ്ണിക്കുട്ടനായാൽ മതി. എന്തോ പാടേ ഉണ്ണിക്കുട്ടൻ കറുത്തയാണ്. ഇനി ഞാൻ എന്തോ വേണം? ട്യൂഷൻ ടീച്ചറിനോട് ക്രഷ് അടിക്ക് മെസ്സേജ് ഇട്ടു, ഇനി ട്യൂഷന് വരണ്ട എന്ന്. വലിയ കാര്യമായി. പാപ്പിക്കാൻ വിട്ടതാ വീട്ടിൽ നിന്ന്. പാപ്പിക്കാൻ ക്രഷ് അടിക്കാൻ. ഹാഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സെക്സ് ലവർ. ഫോണിൽ നിന്ന് തന്നെ നിന്നെ നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ. സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ കേട്ടോ. അയ്യോ, ഈ ഹറാമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ വേറെ എന്താ പറയുന്നത്. ഞാൻ ആരെങ്കിലും ആയിട്ട് കുറച്ച് അടുത്തിരിക്കുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടോ അങ്ങനത്തെ വല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശത്രുതയുള്ള ഒരാളോട് ഞാൻ ഒരിക്കലും കമ്പനി അടിക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്റെ ഒരു ബ്രോക്കോഡ്. അത് ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പറയും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലല്ലോ, നീയുമായിട്ടില്ല, പിന്നെ ഞാനെന്തിനാ അവനോട് മിണ്ടാതിരിക്കുന്നേ. ഒരച്ചടി. എന്റെ പാർലേജിനെ ഞാൻ ചായയും മുക്കി കൊന്നു. ഇപ്പൊ റോഡിൽ കൂടെ പോലീസ് വണ്ടി പോകുമ്പോ പേടിയാവുന്നു. എനിക്ക് പാടെ ഇറക്കാം ചുമ്മാ. ഞാൻ സ്കൂളിൽ വെച്ച് പുറത്തെടുത്ത് ഉണ്ട്. അത് പെൺപിള്ളേരുള്ള സമയത്ത് അതും കൊണ്ട് എക്സിബിഷന് വെക്കണം. ജോലിക്കൊക്കെ എടുക്കുന്നുണ്ട്. CV-ക്കകത്ത് ഇത് എഴുതി വിടും, ഞാൻ സ്കൂളിൽ വെച്ച് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച്. മിടുക്കൻ. മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഹാപ്പിനെസ് കണ്ടെത്തും. പിന്നുകൊണ്ട് കുത്തി മുറിവിൽ സാനിറ്റൈസർ ഒഴിക്കുക എക്സെട്ര. അതൊക്കെ അവന്റെ പരിപാടി. കൊള്ളാം. When I was a child, I drank Pril dishwash to keep school. സ്കൂളിൽ പോകാതിരിക്കാൻ പ്രിൽ എടുത്ത് കുടിച്ചെന്ന്. കാര്യമായി വല്ല എലിയെ കൊല്ലാൻ വെച്ച വിഷമൊന്നും അടുത്തില്ലായിരുന്നു. എല്ലാവരും അതെടുത്ത് കുടിക്കായിരുന്നു. അവസാനം മൂഞ്ചു. സ്കൂൾ വിട്ട് വന്നപ്പോ ഒരു ഇടവഴിയിൽ ഒരു കപ്പിൾസ് കിസ് ചെയ്യുന്നത് കണ്ടു. ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞു. അത്ര അത് എഴുതി വന്നിട്ടില്ല, എന്നാലും എനിക്ക് ഊഹിക്കാവുന്നതുള്ളൂ. മിടുക്കി പൊളിച്ചു കുത്ത്. കല്ലൊക്കെ പറക്കി എറിഞ്ഞേക്കണം. ഇനി അടുത്ത പ്രാവശ്യം കാണുവാണെങ്കിൽ കല്ല് പറക്കി എറിയുമല്ലോ. I slapped a teacher in front of everyone and I got dismissed from school. ഉറപ്പായിട്ട് ആ സ്കൂളിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കാൻ നീ അർഹനാണ്. 2 ഇടിയും കൂടെ മൂക്കിന് തരണമായിരുന്നു. അവരത് ചെയ്തില്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടും താമസിയാതെ. ആറ്റാഗുളിക കഴിച്ചിട്ടുണ്ട് 2 വയസ്സില്. ഓക്കെ, ബഡ്സ് കുത്തി കയറ്റി ഈയെണ്ണം ചെറുതായിട്ട് ഡാമേജ് ആക്കി. ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇരിക്കുമ്പോൾ വല്ല കത്രികയൊക്കെ എടുത്ത് നാന്നം കണ്ടിച്ച് കളയും. നെഞ്ചത്ത് കൂടെ കത്തി കുത്തി കറക്കും. എടാ പോടാ എണ്ണീച്ചു ചുമ്മാതെ. ഭ്രാന്ത് ഏതാണ്ട് ഇവനെയൊക്കെ കെട്ടിയുണ്ടോ. കുളിക്കാൻ പോയപ്പോ അറിയാതെ ടോയ്ലറ്റ് വീണ സോപ്പ് കഷ്ടപ്പെട്ട് തിരിച്ചെടുത്ത് ആരും കാണാതെ വെച്ച് നെക്സ്റ്റ് ഡേ ആരോ യൂസ് ആക്കി. ആ വെള്ളത്തിനകത്ത് കൈയിട്ട് ഇളക്കിയത് തിരിച്ച് വെച്ചത് പോക്കിരിത്തരം. അതെടുത്ത് കളയാതിരുന്നത് ശുദ്ധ പോക്കിരിത്തരം. തിയേറ്ററിന്റെ സീറ്റിൽ തൂറി വെച്ചിട്ട് പോയി. നിനക്ക് എന്തെല്ലാം സ്ഥലം ഉണ്ടായിരുന്നു? എന്തെല്ലാം സ്ഥലം ഉണ്ടായിരുന്നു? ഇത് വളരെ ഡാർക്ക് സീക്രട്ട് ആണ്. ഐ ആം ബാറ്റ്മാൻ. എന്നാ ഞാൻ സൂപ്പർമാൻ. ഐ ഹാവ് എ ക്രഷ് ഓൺ സ്കൂൾ ടീച്ചർ. പിള്ളേരെ പഠിക്കാനായിട്ട് പോകും. നിങ്ങൾ എന്തിനാണ് ഞാനിപ്പോ സ്കൂളിൽ നിന്ന് ഇറങ്ങിയില്ല, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. പോയി പഠിക്കും പിള്ളേരെ. ഓക്കെ, ഇനി നമുക്ക് വലിയ സീക്രട്ടിന്റെ സെക്ഷനിലേക്ക് പോവാം. ബ്രോ, ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഡാർക്കസ്റ്റ് മൊമെന്റ് ആണ്. അപ്പോൾ സമ്മർ വെക്കേഷൻ ആയിരുന്നു. ഞാൻ 10th കയറാൻ പോകുന്ന വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ പോയി. ഇനി പിന്നെ അറിയാം എന്തുവാ കഥയെന്ന്. കസിൻ ഒരു ഗേൾ ആയിരുന്നു, മനസ്സിലായി. അന്ന് അവൾ 8th സ്റ്റാൻഡേർഡിലാണ്. രാത്രി മാമി എന്നോട് അവളുടെ റൂമിൽ കിടക്കാൻ പറഞ്ഞു. പിന്നെ മനസ്സിലായി എന്തുവാന്ന്. ഞങ്ങൾ അന്ന് ഒരുമിച്ച് കിടന്നു. ഞങ്ങൾ അന്ന് കുറെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിടന്നു. പിന്നെ ഞാൻ ഉണർന്നപ്പോൾ സംഭവിച്ചത് ശരിക്കും എന്നെ ഷോക്കാക്കി. അവൾ എന്റെ I'm not really interested in these kind of stories. ഒരു ദിവസം ഞാൻ അപ്പുറത്തെ വീടിന്റെ ടെറസിൽ കയറി വിട്ടു. എന്നിട്ട് അത് അവിടുത്തെ ചേച്ചി കണ്ടു. ചേച്ചി എല്ലാരെയും വിളിച്ച് പുറകെ നാട്ടുകാരൊക്കെ വന്നു. അപ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിൽ കയറി ഡോർ അടച്ചിരുന്നു. എന്റെ അച്ഛൻ വന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി നോക്കി വന്നു. ഞാൻ ഫുള്ള് വിറച്ച് നിൽക്കുമായിരുന്നു. വിറക്കണം നിനക്ക്
ബട്ട് അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ചേച്ചി എന്നെ കണ്ടിട്ടില്ല. എല്ലാരും കൂടി അതൊരു ബംഗാളി ആവുമെന്ന് വെച്ച് വിട്ടു. പിന്നെ അടുത്ത ദിവസം ആ ചേച്ചി വീട്ടിൽ ക്യാമറ വെച്ച് ഫുൾ പ്രൊട്ടക്ഷൻ. അയ്യോ ജസ്റ്റ് മിസ്, ഞാൻ നീ ഒരു പന്നനാ, സത്യമായിട്ട് നീ ഒരു പന്നനാ. പിള്ളേരൊന്നും തീരെ ശരിയല്ല. സത്യം പറഞ്ഞാൽ നീയൊക്കെ കുറച്ചുകൂടെ ഒക്കെ നന്നാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര പന്ന പിള്ളേരാ. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് വെള്ളം എന്റെ ബെഞ്ചിൽ ഒഴിച്ചു. ഞാൻ അത് കണ്ടില്ല. അതൊന്നും കാണാതെ അവിടെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ ബാക്കിലെല്ലാം വെള്ളം. എല്ലാരും എന്നെ കളിയാക്കി. ക്ലാസ് മുള്ളി. ഓ പാവം പിടിച്ചവനോ, അവൻ അറിയാതെ അവൻ അങ്ങനെ ഒരു പേര് വീണു. ആ ക്ലാസ് മൊത്തം ഇനി പന്ന പിള്ളേർ ഇനി അങ്ങനെ വിളിക്കത്തുള്ളവനെ. എനിക്ക് നല്ലപോലെ പൊളിഞ്ഞു കയറി. അവസാനം അത് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് സീനാക്കി എല്ലാവർക്കും വാർണിംഗ് കൊടുത്തു. എനിക്ക് ഇടിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്തത്. എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഐ ആം സിംഗിൾ. ആക്ച്വലി ഈ ഒരു പ്രായമുള്ള പിള്ളേർക്ക് അത് വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നേരം. വാട്ടർ, വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. എത്ര രാത്രിയാണെങ്കിലും ശരി, വെള്ളം ബ്രോ. സ്റ്റേ സ്ട്രോങ്. ഓക്കെ, വലുതാവാൻ നേരം നീ ഒരു പന്നനാവും ഉറപ്പാ. വെൻ ഐ വാസ് 10 years old ഞാനും എൻ്റെ 2 കസിനും കൂടെ റൂമിലായിരുന്നു ജസ്റ്റ് ഫോർ ഫൺ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കസിൻ്റെ മനസ്സിൽ എന്തായിരുന്നു. ബിക്കോസ് ഐ എം 10 years old. എനിക്ക് ഇങ്ങനത്തെ കഥ സത്യം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഇതത്ര റെയർ ഒന്നുമല്ല. ബാക്കി മറ്റേ ഫണ്ണി ആയിട്ട് വരുന്ന അതാ ശരിക്കും റെയർ. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്തോ പന്ന ആൾക്കാരാ. ബ്രോ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ബട്ട് കേൾക്കുമ്പോ എല്ലാരും കളിയാക്കുമായിരുന്നു. ഞാൻ കളിയാക്കത്തില്ലടാ. വൺ ഡേ നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോ ഞാൻ ചുമ്മാ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. ഞങ്ങൾ വീടിന്റെ പുറത്തായിരുന്നു നിന്ന് വർത്താനം പറഞ്ഞത്. പെട്ടെന്ന് താഴെ റോഡിൽ നോക്കിയപ്പോ ആരോ ഒരാൾ ഫുൾ ലോഹ ഡ്രസ് ഇട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പള്ളിയിലച്ഛനായിരിക്കും ഇവിടെ. പുള്ളി പള്ളിയിലെ പണിയൊക്കെ കഴിഞ്ഞ് പയ്യെ നടന്നു പോയിരിക്കും. സത്യം പറഞ്ഞ പേടിച്ച് വിറച്ചു പോയി ബ്രോ. സ്വാഭാവികം എല്ലാരും. അപ്പോൾ തന്നെ അവന്റെ അനിയനെയൊക്കെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞ് റോഡിൽ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞപ്പോ ഞാനും അവനും കൂടെ ചെന്ന് നോക്കി. അന്നേരം 2-3 ബംഗാളികൾ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അവർ സ്ഥിരം അവിടെ ഉള്ളതാണ്. നെക്സ്റ്റ് ഡേ ഫ്രണ്ട്സ് എല്ലാരും ഈവനിങ് കവല പോയിരിക്കാൻ നേരത്ത് അവൻ വന്നില്ല. അവന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവന് പനിയാണെന്ന്. ലാസ്റ്റ് ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഓർത്തു അവർക്ക് കാര്യം മനസ്സിലായി എന്ന്. ബട്ട് ആ പേരും പറഞ്ഞ് ഇപ്പോഴും എന്റെ ഊക്ക് നിന്നിട്ടില്ല. കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വട്ടത്തിലിട്ട് കളയ്ക്കും. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് വട്ടാന്ന്. ഇപ്പൊ എനിക്ക് ചെറിയ സംശയമുണ്ട്. ദൈവഭയമില്ലാത്ത എന്റെ ഇതൊക്കെ എന്ന് വീട്ടുകാര് എന്നോടും എന്റെ അമ്മൂമ്മ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഭയക്കണോടാ, ദൈവത്തെ ഭയക്കണം, അതാ നിനക്കൊന്നും ഗുരുത്തമില്ലാത്ത. ബട്ട് എന്റെ ഫാമിലിയാണ് സത്യം. എന്തു ആയിക്കോട്ടെ, അത് ഞാൻ കണ്ടതായിരുന്നു. 6 അടി പൊക്കമുള്ള വൈറ്റ് ലോഹ ഇപ്പോഴും മനസ്സിലുണ്ട്. ആരോടും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. എന്റെ ഒരു 2 വർഷത്തെ ഉറക്കം ഇതെന്തായാലും കളയും ഉറപ്പാ. കുറ്റാക്കൂരിട്ട് ആളില്ലാത്ത വിജനമായ ഒരു റോഡിൽ മിന്നുന്ന സ്ട്രീറ്റ് ലൈറ്റ്, ഒരു ഈച്ച പോലും ഇല്ല. ഞാൻ ആ റോഡിലൂടെ നടക്കുകയായിരുന്നു. ദൂരെ നിന്ന് പട്ടികളുടെ ഓരയിടൽ. ഞാൻ റോഡിലേക്ക് നോക്കിയപ്പോൾ ഒരു നിഴൽ. ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ചേട്ടൻ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. ബ്രോ, എൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആന്റി അയൽക്കാരോടുള്ള ദേഷ്യം കാരണം അപ്പി കയ്യിലെടുത്ത് എറിഞ്ഞു. എന്തോ ആന്റിയുടേത്. അപ്പോൾ അവിടുത്തെ അങ്കിൾ വണ്ടിയുമായി ഇറങ്ങുകയായിരുന്നു. പുള്ളിയുടെ ഹെഡ് ഫുൾ ആന്റിയുടെ. പിന്നെ ആകെ തെറിവിളിയൊക്കെ ആയി. ഇപ്പൊ ആന്റി ഹോസ്പിറ്റലിലാണ്. തെറി വിളിച്ച് കുഴഞ്ഞ് തല കറങ്ങി വീണു. അങ്കിളാണ് ചെലവല്ല. പുള്ളിയുടെ തലയിൽ എടുത്ത് എറിയുകയും ചെയ്ത് പുള്ളിയുടെ ചെലവും വേണം. അതോ തെറി വിളിച്ചാ കുഴഞ്ഞു വീണത്. സ്വർഗത്തിലൊരു സീറ്റ് റിസർവ് ആക്കണം അതിന്. സത്യം പറഞ്ഞാൽ കുറെ സീക്രട്ട് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പൊ വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത ഒരു ഫ്ലാഗ് കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കും.